ഹായ്, ഇന്ന് ഞാനൊരു സദ്യ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് നല്ല നിറമുള്ള ബീട്രൂട്ട് കിച്ചടി എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നല്ല കളറുള്ള ബീട്രൂട്ടാണ് നമ്മൾ വാങ്ങുന്നതെങ്കിലും കറി വെച്ച് വരുമ്പോൾ കളർ പോകാറുണ്ടല്ലേ. അപ്പം നിറമൊന്നും പോവാതെ നല്ല രുചികരമായിട്ടുള്ള ബീട്രൂട്ട് കിച്ചടി തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. കളറുള്ള ബീട്രൂട്ടിനാണ് മധുരം കൂടുതലും ടേസ്റ്റ് ഒക്കെ കൂടുതൽ. അപ്പോൾ വാങ്ങുന്നതിന് മുന്നേ വിരലുകൊണ്ട് ബീട്രൂട്ടിൽ ചെറുതായിട്ടൊന്ന് ചുരണ്ടി നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല കളറുള്ള ബീട്രൂട്ടാണോ എന്ന്. ചില ബീട്രൂട്ടിന് നല്ല കളർ കുറവായിരിക്കും, പിന്നെ മുറിക്കുമ്പോൾ അകത്ത് വെള്ള കളറൊക്കെ കാണും. അത് കറി വെച്ചാലും അത്ര ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഇതുപോലുള്ള ബീട്രൂട്ട് തിരഞ്ഞെടുക്കുക. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം തോലൊക്കെ ഒന്ന് ചെത്തിക്കളയാം. അപ്പോൾ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറിയ ഹോളിൽ വെച്ചിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് ബീട്രൂട്ട് ഉണ്ട്. ഞാനിവിടെ 250 ഗ്രാമിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബീട്രൂട്ട് വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. 1/4 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകണ്ട. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ഇലയിൽ കിച്ചടി വിളമ്പുമ്പോൾ അത് ഒലിച്ചു പോകും. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് വേണം ഓരോ പ്രാവശ്യവും വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ ബീട്രൂട്ട് ചേർക്കാവൂ, അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ കളർ പോവും. ഉപ്പ് ചേർക്കുന്നതും കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോൾ വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ കുക്കർ അനുസരിച്ചിട്ട് മാറും കേട്ടോ. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പസ് ചെയ്തെടുക്കാം. അതായത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്, തരികൾ പോലെ അരച്ചെടുക്കാം. ബീട്രൂട്ട് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബീട്രൂട്ട് തണുത്ത് വന്നപ്പോൾ മിക്സിയിലിട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തീ മീഡിയത്തിലോട്ട് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. തിള വന്ന് തുടങ്ങുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് 2 വറ്റൽമുളക്, 2 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഉള്ളി ബ്രൗൺ നിറം ആകുന്ന വരെ വഴറ്റിയെടുക്കാം. ഉള്ളി നിറം മാറി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം കിച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല നിറവും രുചിയുള്ള ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് സദ്യക്ക് മാത്രമല്ല, അല്ലാത്ത സമയത്ത് ഞാൻ വീട്ടിൽ വയ്ക്കാറുണ്ട്. ഈ കറി ഉണ്ടെങ്കിൽ വാവ കുറച്ചും കൂടെ ചോറുണ്ണും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കളറുള്ള കറി ആയതുകൊണ്ട് നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.